സർ, ശീതകാല സമ്മേളനം പാർലമെൻറ്റിൽ നടക്കുകയാണ്. പക്ഷേ അതത്ര ശീതമായിട്ടുള്ള കാര്യമല്ല. നല്ല കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമാണ് പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയും പിന്നെയും ഒരേ കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. ഇതിനെതിരെ വളരെ നിശിതമായ വിമർശനമാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ നൽകുന്നത്. എന്താണ് സർ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ഈ അടി കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് കാണുന്ന ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? എന്താണ് പറയുന്നത്? നാണമെന്തോ നാണക്കേടെന്തോ എന്നറിയാവുന്ന വകതിരിവ് അല്ലെങ്കിൽ തിരിച്ചറിവൊക്കെ ഉണ്ടാവണം. അതില്ലാത്തപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ഞാൻ കുറ്റം പറയുകയൊന്നുമല്ല. ഒരു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കാര്യവും പഠിക്കാതെ ഒന്നും അറിയാതെ കൂടെ നടക്കുന്നവൻ ഈ പറയുന്നത് പോലെ സാറ് പറയുന്നതാ ശരി, സാറ് പറയുന്നതാ ശരി എന്ന് പറയുമ്പോൾ പുറകിൽ ഒരു കയ്യും കെട്ടി ഒരു കവലച്ചട്ടമ്പിയുടെ കൂട്ട് പാർലമെന്റിൽ കയറി സംസാരിച്ചു തുടങ്ങിയാൽ മറുപടി പറയാൻ അറിയാവുന്നവർ അവിടെ ഇരിക്കുന്നു എന്നുള്ള ബോധ്യമാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പഹൽഗാമിനെ കുറിച്ച് ചർച്ച വേണം, പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ്. അത് അവരുടെ അവകാശമാണ്. അതിനകത്ത് വേണോ വേണ്ട എന്നുള്ള കാര്യത്തെ പറ്റി എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ വേറെ ഉള്ളവരെല്ലാം പറഞ്ഞു ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണ്, നമ്മൾ ഇസ്രായേലിനെയും മറ്റു രാജ്യങ്ങളെ കണ്ടുപിടിക്കും. ഇസ്രായേലിനെ പോലുള്ള രാജ്യത്ത് പ്രതിപക്ഷമുണ്ട്, ഭരണപക്ഷമുണ്ട്, ഏറ്റുമുട്ടലുണ്ട്, എല്ലാ രീതിയിലുള്ള ജനാധിപത്യ സ്വഭാവം, നമ്മളെക്കാട്ടി കൂടുതൽ ജനാധിപത്യം ഉള്ള രാജ്യം. ആ രാജ്യത്തിനകത്ത് ചില കാര്യങ്ങൾ വരുമ്പോൾ, അവിടെ രാജ്യത്തിനകത്ത് ഒരു പ്രശ്നം വരുമ്പോൾ അവർ ഒന്നിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ കൂടിയിരുന്ന് തീരുമാനിക്കുക. അവർക്ക് ഒന്നിച്ച് അന്നേരം രണ്ടായിട്ടുള്ള മിനിസ്ട്രി പോലും ഇല്ല, ഒന്നിച്ച് തീരുമാനിക്കും. അവരുടെ രാജ്യത്തിന് വിഷയം വരുമ്പോൾ ആർക്ക് അനുകൂലമല്ല, ഒരു എതിരഭിപ്രായമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്ന പല ഈ സർജിക്കൽ സ്ട്രൈക്ക്, ഒരുപക്ഷെ അതിന്റെ അകത്തെല്ലാം ഇന്ത്യ വിജയം കണ്ടെത്തുമ്പോൾ ഇതിന്റെ പ്രത്യാഘാതം ഏൽക്കേണ്ടി വരുന്ന പാകിസ്ഥാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ക്ഷീണം തട്ടുമ്പോൾ ആ രാജ്യങ്ങൾ അത് സമ്മതിച്ചു വരുമ്പോൾ ലോകം ആ രാജ്യങ്ങൾക്ക് ക്ഷീണം തട്ടിയെന്ന് പറഞ്ഞ് അംഗീകരിക്കുമ്പോൾ ഇന്ത്യക്കകത്ത് നിന്നുള്ള പ്രതിപക്ഷം അല്ലെ ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കുന്നവർ ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കും. ഏറ്റവും അവസാനം പഹൽഗാമിനകത്ത് നമ്മൾ കണ്ടതല്ലേ, പഹൽഗാം വിഷയത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു മഹാരാഷ്ട്രയിൽ നിന്ന് ഉള്ള ഒരു MLA ചോദിച്ചു, എങ്ങനെയൊന്നും ജാതി പറഞ്ഞൊന്നും പറയില്ല, BJP മുതലെടുക്കുന്നു. അമ്മാർ ഇവിടെ വന്ന് തുണി പൊക്കി നോക്കി കലിമ വെല്ലിച്ചിട്ട് ജാതി പറഞ്ഞ് മാറ്റി നിർത്തി ആൾക്കാരെ കൊന്ന കാര്യം ഇന്ത്യക്കകത്ത് പറയല്ലേ. അത് ഇന്ത്യക്കകത്ത് BJP മുതലെടുക്കുന്നു. വേറെ ബാംഗ്ലൂരിൽ നിന്നുള്ള മന്ത്രി അല്ലെങ്കിൽ ഈ കർണാടകത്തിലെ മന്ത്രി അന്ന് പറഞ്ഞു കേട്ടായിരുന്നു, അതൊന്നും അങ്ങനൊന്നും ഈ ഭീകരന്മാർക്ക് പറയാനുള്ള സമയം കിട്ടത്തില്ല, അവരൊന്ന് വെടിവെച്ചിട്ട് പോകുന്നത്. കാരണം പുള്ളിയാണല്ലോ ഭീകരന്മാർക്ക് ട്രെയിനിങ് കൊടുത്തത്. ലോകം മൊത്തവും അല്ലെങ്കിൽ ഈ പറഞ്ഞ മരിച്ചുപോയ ഭർത്താക്കന്മാരെ, മരിച്ചുപോയ ഭാര്യമാർ, ദൃക്സാക്ഷികളായിട്ടുള്ള അല്ലെങ്കിൽ തോക്ക് തലയിൽ ചൂണ്ടിയിട്ടുള്ള സ്ത്രീകൾ പറയുന്നിടത്താ ഇയാൾ പറയുന്നേ. അതുപോലെ കാശ്മീരിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രി പറയുന്നു അങ്ങനൊന്നുമില്ല. അപ്പൊ ഈ ഇതിനെ ഏറ്റു പറയുന്ന രാഹുൽ ഗാന്ധി അത് ശരിയാണെന്ന് പറഞ്ഞ എല്ലാവരെയും കൊന്നല്ല, 600 പേരെ കൊന്നോ പറയാം, 3 പേര് എന്ത് ചെയ്യുന്ന അന്ന് ഗാർക്കെ ചോദിച്ചു. ആ 3 പേരെയും കൊന്നേച്ചാ പിന്നെ രാവിലെ ചർച്ച തുടങ്ങിയത് കേന്ദ്ര ഗവൺമെന്റ് 3 പേരെ ചോദിച്ചുകൊണ്ട് വരാനിരുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചർച്ചയാണ്, പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയാണ്. ലോകം മൊത്തം ഈ പറയുന്നത് പോലെ നമ്മൾക്കെതിരെ നമ്മളെ ഇകഴ്ത്തി കാണിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചപ്പോൾ നമ്മൾ തെളിവ് കൊടുത്തു, പിന്നെ അവർ തെളിവ് അന്വേഷിച്ചു, സാറ്റലൈറ്റ് ചിത്രങ്ങൾ മേടിച്ചു. അപ്പൊ നമ്മുടെ ഒന്നും നഷ്ടപ്പെട്ടില്ല, നമ്മൾ നശിപ്പിച്ചത് മാത്രമേ ഉള്ളൂ അന്ന് പറഞ്ഞ് ലോകം നമുക്ക് അനുകൂലമായിട്ട് എഴുതാൻ താല്പര്യമില്ലാത്ത മാധ്യമങ്ങൾ പോലും നമ്മൾക്ക് അനുകൂലമായിട്ട് എഴുതിയ സമയത്ത് വീണ്ടും ഇവിടെ രാഹുൽ ഗാന്ധി ചോദിക്കുക, അമേരിക്കൻ പ്രസിഡന്റ് തലയ്ക്ക് സുഖമില്ലാത്ത പറഞ്ഞ് ആരാണ്ട് 5 വിമാനം പോയെന്ന്. 5 വിമാനം പോയാൽ നമ്മുടെ തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞല്ലോ വിമാനം പോയാൽ നമ്മുടെ പോയല്ലേ വെടിവിട്ടേന്ന് എന്ന് പറഞ്ഞിട്ട് അയാൾ കുറെ കൈയും കെട്ടി ടീഷർട്ട് ഇട്ടുകൊണ്ട് അതിനകത്തോട്ട് കയറി ചെല്ലും. ഇതിനെ അനുകൂലിച്ച് നാളെ കാലത്തെ സീറ്റ് കിട്ടത്തില്ലെന്ന് കണ്ട് അല്ലെങ്കിൽ ഒരു അയാൾ എന്താ പറയുന്നത് ശരിയാന്ന് പറയുന്ന രീതിയിലേക്കുള്ള കുറെ MP മാര് അതിനകത്ത് ഈ പറയുന്ന JCB വെച്ച് പൊക്കിയെടുക്കേണ്ട ഗാർഗെ ഉൾപ്പെടെ ഉണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാക്കണ്ടേ. 54 വയസ്സുണ്ട് പുള്ളി, 4 പേര് എന്നാ പുള്ളിയെ എണീപ്പിച്ച് നിർത്തുന്നത്. കാരണം ഒരു ടണ്ണോ അങ്ങോട്ടുണ്ട് പുള്ളിയുടെ ഭാരം. മനസ്സിലായി, ഞാൻ കുറ്റം പറയുമല്ല. അപ്പം ഈ ചെറുപ്പക്കാരില്ലാത്തോണ്ടാന്നേ. കാരണം ഇതാ പുള്ളി അയാളെ വെച്ചാലല്ലേ പറയത്തുള്ളൂ. അപ്പൊ അയാളും പുള്ളി ഇരുന്ന് പറയുന്നത് എന്തിയെ ഭീകരന്മാർ, കൊന്ന ഭീകരന്മാർ, അല്ലെങ്കിൽ അവരെ എന്താ പിടിക്കാൻ 3 പേരെ പിടിക്കാൻ എന്താ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അല്ലല്ലോ ഇത്, ചിദംബരം ഇതിനകത്ത് പറഞ്ഞിട്ടില്ലേ പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരല്ലല്ലോ ഇത് ചെയ്തത്, അതിനെന്താണ് തെളിവ്, പാകിസ്ഥാൻ പാപം രാജ്യമല്ലേ. അപ്പം ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. അപ്പൊ ഇന്നലെ ഇതിനകത്ത് പ്രീതി ഷിൻഡെ അല്ലെങ്കിൽ പിന്നെ ഒരു ഈ പറഞ്ഞ ഒരു ഫൂഡെ ഇന്നലെ ചോദിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ കമ്പനി അല്ല അവിടെ വിട്ടാതെ പുള്ളി വിചാരിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ കമ്പനിയാണ് മെക് ഡൊണാൾഡ് എന്ന് പറഞ്ഞെന്താ പറഞ്ഞത്, അതെല്ലാം കൂട്ടണം ആദ്യമേ. പുള്ളി ഈ യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞാൽ ശരിയല്ലെങ്കിൽ പുള്ളിയുടെ കൂട്ടണം. എന്തോ ഒരു 5ാമത്തെ തവണ MP, 25 കൊല്ലം കൊണ്ട് പാർലമെന്റിൽ കുത്തിയിരിക്കും സാധനം. വേറെ പ്രീതി ഷിൻഡെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ളത്, ഇതിന്റെ തമാശയാണ്. കാരണം ഇവളൊക്കെ പാർലമെന്റിൽ വന്നത് തന്നെ ഒരു തമാശയാണ്. കാരണം ആരുടെയിലോ കെയർ ഓഫിൽ എന്തിന്റെയിലോ കെയർ ഓഫിലൊക്കെ വരണ്ട.
പാർലമെന്റിൽ വന്ന് സാരിയൊക്കെ എടുത്ത് ലിസ്റ്റിക്കും ഒക്കെ ഇട്ട് പോകുന്നല്ല വേറെ മാർഗമൊന്നുമില്ല. ഇപ്പൊ അടുത്ത പ്രാവശ്യം സീറ്റ് വേണമല്ലോ, അപ്പൊ ഇല്ലേ അയാൾ പറയുന്നതിനൊപ്പം പറയണം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മറുപടി പറയുന്ന ഒരു പാർലമെന്റാണ് കഴിഞ്ഞ സംഭവം. അതായത് കഴിഞ്ഞ 65 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ട് ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്കകത്തേക്ക് ആക്രമിക്കപ്പെട്ടവരെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ അവരെ വെറുതെ വിട്ടപ്പോൾ ഈ 2014 ശേഷം ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് വന്നിട്ടുള്ള എല്ലാ അല്ലെങ്കിൽ ആക്രമണത്തിനും മറുപടി കൊടുത്തിട്ടുണ്ട്. അത് സർജിക്കൽ സ്ട്രൈക്ക് ബാലാക്കോട്ട് ആയാലും മറ്റെല്ലാ സർജിക്കൽ സ്ട്രൈക്കും അല്ലെങ്കിൽ മറ്റെല്ലാ ഇതിനും ഏറ്റവും അവസാനം പഹൽഗാമിന് ശേഷം സിന്ധൂരും ഇത് എണ്ണി എണ്ണി പറഞ്ഞു. അപ്പൊ ഈ ഇത്തരത്തിൽ 2008 ഇവിടുത്തെ 168 പേരെ കൊന്നപ്പോൾ 2009 ആ രാജ്യവുമായിട്ട് കരാറുണ്ടാക്കിയവരാ ഈ പറയുന്നത് ബോംബെ സ്ഫോടനം. ആ 2008 കൊന്ന പാകിസ്ഥാനാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ പാകിസ്ഥാനെതിരെ ഒരു നടപടി എടുത്തില്ല. 2009 കരാറുണ്ടാക്കി. അപ്പൊ അങ്ങനെ നിന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ രാജ്യം നിന്നിടത്തു നിന്നും ആക്രമണം ഉണ്ടായതിനു ശേഷം 15 ദിവസത്തിനകം ആ രാജ്യത്തെ തകർക്കുകയാണ്, തരിപ്പണമാക്കുകയാണ്, പിടിച്ചിരിക്കാനില്ലാതെ ഞങ്ങൾ ഇനി യുദ്ധത്തില്ലെന്ന് പറയിക്കുകയാണ്. അതിനെ ലോകം മൊത്തം അംഗീകരിച്ചപ്പോൾ അത് ഈ പറയുന്ന പോലെ അതിനെ എഴുത്താൻ വേണ്ടി പാർലമെന്റ് ഉപയോഗിക്കുകയാണ്. ആ പാർലമെന്റിൽ 65 കൊല്ലത്തെ കോൺഗ്രസിന്റെ ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യയുടെ ഭാഗമല്ലാതെ നിന്നതും ഇവിടുത്തെ ഭീകരവാദികളെ സഹായിച്ചതും പാകിസ്ഥാനെ സഹായിച്ചതും ഒരുപക്ഷെ ചൈനയെ സഹായിച്ചതും അതിനകത്ത് വ്യക്തമായ തെളിവോടുകൂടി അമിത്ഷായും ഇന്ത്യൻ പ്രധാനമന്ത്രിയും നിരത്തുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. പെട്ടുപോയി ഈ പറയുന്ന പപ്പുമോൻ തെളിവുകൾ നിരത്തി. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിദംബരം ആരാണെന്ന് പറഞ്ഞു. ഇവിടെ ഈ പറയുന്ന എല്ലാ ചിദംബരം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എങ്ങനെയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാളെന്ന് വന്നപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് കൂടുന്നതിന്റെ രാവിലെ ഈ 3 പേരെയും കൊന്നതിനകത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള എന്റെ ഐഡന്റി കാർഡും അവിടെ നിന്ന് ചോക്ലേറ്റും അവരുടെ ഭാഗത്തു നിന്ന് വന്നതിന്റെ കാര്യങ്ങളും ഒക്കെ നിരത്തി അമിത്ഷാ പറഞ്ഞു. നേരത്തെ ഇയാൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാലാക്കോട്ടിൽ വന്നപ്പോൾ ഇയാൾ ഇതുപോലെ തെളിവ് ചോദിച്ചതാ അന്ന് അവിടെ കൊന്നതിന്റെ. നമ്മൾ പറഞ്ഞ നേരത്തെ ബോംബ സ്ഫോടന കേസിൽ അന്ന് ഈ പറഞ്ഞതുപോലെ അയാൾ ആഭ്യന്തരമന്ത്രിയായിട്ട് അയാൾ പറഞ്ഞത് ഇന്ത്യയിലുള്ളത് കാൽ ഭീകരതയാന്ന് പറഞ്ഞു. അന്നയാള് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അന്നയുടെ കാര്യം അന്ന് തൊട്ട് തുടങ്ങിയതാ. അപ്പൊ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കെതിരെ നിൽക്കുന്നവനൊന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനം അവരെ അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയില്ല. അത് 2014 ഇവർക്ക് മനസ്സിലായി, 2019 ഇവർക്ക് മനസ്സിലായി, ഇനിയിപ്പോ 2024 അതിനു മുമ്പുള്ള ഈ 2024 മനസ്സിലായി, 2029 വരും. അതിന് മുമ്പ് ഈ 5 ലക്ഷം ഉണ്ട്, 5 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. ഇവരുടെ വിചാരിച്ചു പാകിസ്ഥാൻ സിന്ദാബ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാന്റെ കൂടാണ്. സിന്ദൂർ വന്നപ്പോ പാകിസ്ഥാന്റെ കൂടായിരുന്നു അല്ലയോ എന്നുള്ള കാര്യം ഇവിടുത്തെ സാധാരണക്കാരുടെ മുസ്ലിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റും വാട്സപ്പ് പോസ്റ്റും നോക്കി അറിയാം. മതമൂല്യവാദികൾ ഇവിടെ ഉണ്ട്, അവൻ വളരെ കുറച്ചാ. അവന്റെ ഭാഗമായിട്ടാണ് ഇവര് നിൽക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചാ നിൽക്കുന്നത്, അവൻ രാജ്യത്ത് തകർക്കുന്നതിന്റെ കൂടെ നിൽക്കുന്നത്. അത് ആയിട്ട് നിൽക്കുന്ന കാര്യം അനൗൺസ് ചെയ്താൽ രാജ്യത്തിന്റെ ഒരു താല്പര്യം വരുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുന്ന കൂടെ മാത്രം നിൽക്കുന്ന അന്നേരം ജാതിയും മതവും ഒന്നും നോക്കാത്ത ഒരു ജനതയുള്ള ഒരു മഹാരാജ്യമാണ് ഇന്ത്യ. അത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനും മനസ്സിലാവുന്നില്ല. അത് അടുത്ത ഇലക്ഷന് മനസ്സിലാവും. ബീഹാറിലെ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിൽ അവിടുത്തെ ആ ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. ഈ പറയുന്ന പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിൽ അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ് മനസ്സിലാവും. പിന്നെ പശ്ചിമ ബംഗാളിലെ ബീഹാറിലെ മതമൗലികവാദികളായിട്ടുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ വോട്ട് ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഓപ്പറേഷൻ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റും ഇലക്ഷൻ കമ്മീഷനോട് നടത്തുന്നുണ്ടെന്നുള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ത്യക്കകത്തുള്ള മുസ്ലിങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ആ ശ്രമം നിങ്ങളെ ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് പറയുന്ന വേറെ രാജ്യത്തെ മുസ്ലിങ്ങളെ കൊണ്ട് ഇവിടെ വോട്ട് ചെയ്യിക്കാൻ, അതായത് നിങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ നിങ്ങൾ കലാപം ഉണ്ടാക്കാൻ നിർത്തിയിരിക്കുന്നത് അവരുടെ ഭാഗമാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ അങ്ങനെ പറയുമ്പോൾ വിചാരിക്കും ഞാൻ ഏതാണ്ട് കാര്യം ഇവർ സംസാരിക്കുന്ന കാര്യത്തിന് ഇങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെന്ന് പറഞ്ഞത്. അപ്പം ഇതിനെല്ലാം കൃത്യമായ മറുപടി കൊടുക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത് പോലെ പാർലമെന്റിൽ ഇന്ത്യയെ ഇകഴ്ത്തുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ആരുടെയോ അച്ചാരം മേടിച്ച് സംസാരിക്കാൻ ഇരുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ സാധിക്കാൻ വന്നതിന് അപ്പുറം ഈ പറയുന്ന 2014 ശേഷവും ഏറ്റവും അവസാനം സിന്ധൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻ അകത്ത് ഇന്ത്യ നടത്തിയ കാര്യങ്ങളും ഈ 2014 മുമ്പ് ഒരുപക്ഷെ 65 കൊല്ലം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ കാലത്ത് ഒക്കെ നടന്ന ആക്രമണങ്ങൾക്കും അതിന് കൊടുത്ത തിരിച്ചടിക്കും ഒക്കെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും, അതായത് ഈ കോൺഗ്രസ് ഇരിക്കുന്ന സമയത്ത് ഇന്ത്യയെ ആക്രമിച്ചിട്ടുള്ള പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റ് ശത്രുരാജ്യങ്ങൾക്കോ യാതൊരു രീതിയിലുള്ള തിരിച്ചടിയോ ചോദ്യം ചെയ്യലോ ഉണ്ടായിട്ടില്ലെന്നുള്ള ഒരു കാര്യം വളരെ കൃത്യമായിട്ട് തെളിവുകൾ നിർത്തി ആഭ്യന്തരമന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥ വീണ്ടും തലയ്ക്ക് അടിമേടിച്ച് വെളിവില്ലാതെ ഓടിപ്പോകുന്ന കോൺഗ്രസിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയും ഒക്കെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതായത് മനഃപൂർവ്വം ഈ വടിവെട്ടി കൊടുത്തിട്ട് അടി മേടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? വടി വെട്ടി കൊടുത്ത് അടി മേടിക്കും. പണ്ടത്തെ പറഞ്ഞില്ല, അത്തരത്തിലേക്കുള്ള ഒരു കോൺഗ്രസിനെയാണ് ഇന്നലെ ഈ പറഞ്ഞ കണ്ട് അവർ പഹൽഗാം ഒന്ന് ആഘോഷിച്ചു, അതൊന്ന് ആവർത്തിച്ചു.
അതായത് പാർലമെന്റിൽ പ്രഹൽഗാം ആഘോഷത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു രാഹുലിനെയും ഒരു കോൺഗ്രസിനെയുമാണ് കാണുവാൻ സാധിച്ചത്. രാഹുലും കോൺഗ്രസും എത്രയ്ക്ക് ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധരാണ്, രാജ്യവിരുദ്ധരാണ് എന്ന് തെളിവുകൾ നിരത്തുന്ന ഒരു ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയും ഒക്കെയാണ് നമുക്ക് കണ്ടത്. അവർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും അവസാനം ഈ പറയുന്ന സിന്ദൂരിൽ അവരുടെ അഭിപ്രായവും അവർ നടത്തിയ കാര്യങ്ങളും അവരുടെ പ്രചരണവും ഇന്നലെ പാർലമെന്റിൽ നടത്തിയ വർത്തമാനങ്ങൾ കൂടി എല്ലാം പൊളിച്ചെഴുതി ലോകത്തിന്റെ മുമ്പിൽ കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധത പൊളിച്ചു കാണിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അകത്ത് ഇന്ത്യൻ ജനതയ്ക്ക് എന്താണ് കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത് പൊളിച്ചു കാണിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന 2 ദിവസത്തെ, അതിനെ 16 മണിക്കൂറത്തെ പഹൽഗാം ചർച്ച സഹായിച്ചു എന്ന് വേണം കരുതാൻ. സാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. ഞാൻ ആ കോൺഗ്രസ് എം പിയുടെ മക്ഡൊണാൾഡ് പരാമർശം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിന് പിന്നിൽ പ്രിയങ്ക ഗാന്ധി വരെ ഇരുന്ന് ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതായത് സ്വന്തം എം പി മണ്ടത്തരം വിളമ്പുന്നത് കണ്ടിട്ട് പ്രിയങ്ക ഗാന്ധി വരെ പൊട്ടിച്ചിരിച്ചു പോയിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. മറ്റുള്ളവരെ നോക്കി ഇയാൾ ഇതെന്താണ് പറയുന്നത് എന്ന് അവർ ആംഗ്യത്തിലൂടെ ചോദിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. സാർ, പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, കോൺഗ്രസ് 65 വർഷം ഭരിച്ചു. ഈ 65 വർഷം ഭരിച്ചു മുടിച്ചു എന്നുള്ളത് തന്നെയാണ്. തിരിച്ചടികളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ രാജ്യത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ തിരിച്ചടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ശക്തമായ ഒരു ഭരണകൂടം ഭരിക്കുകയും നമുക്ക് നേരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തിരിച്ചടി കൊടുക്കുകയും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഇല്ല. ഒരു ഈഗോ അവിടെ നിൽക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. നന്ദി സർ.